കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കാൻ പോകുന്നത് ആരാണ്? ഭരണ തുടർച്ചയോ അതോ ഇനി ഉണ്ടാകുന്നത് ഭരണമാറ്റമോ? ഈ ചോദ്യങ്ങളെല്ലാം ഇപ്പോഴിതാ ഇരമ്പിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അതിന്റെ അന്തിമമായ മണിക്കൂറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഈ ഒരു യുദ്ധക്കളത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്ചകൾ നീണ്ട കേരളം ഇന്നേ വരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള തീപാർന്ന പോരാട്ടങ്ങൾക്കും വാക്പോരുകൾക്കും നാളെ വൈകുന്നേരം 6 മണിയോടെ കൊട്ടിക്കലാശമാവുകയും ചെയ്യും. 140 മണ്ഡലങ്ങളിലും വോട്ടർമാരെ നേരിൽ കണ്ടും വമ്പിച്ച റാലിയിലൂടെ കരുത്താർജിച്ചും മുന്നണികൾ കളം നിറയുമ്പോൾ നിശബ്ദമായൊരു രാഷ്ട്രീയ അടിയൊഴുക്കിന് മുന്നിലാണോ കേരളം നിൽക്കുന്നത് എന്നുള്ള പ്രവചനാതീതമായ ചോദ്യത്തിന് മുന്നിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇങ്ങനെ ഇപ്പോഴത്തെ വിറങ്ങലിച്ച് നിൽക്കുന്നത്. ഇത്തവണത്തെ പ്രചരണകാലം കേവലം വികസന ചർച്ചകളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും പുറത്തു വന്ന ഡീൽ വിവാദങ്ങളും അതുപോലെ ഭരണവിരുദ്ധ വികാരങ്ങളെക്കുറിച്ചുള്ള സജീവമായ സംവാദങ്ങളാലും അത്യന്തം സ്ഫോടനാത്മകമായിരുന്നു ഈ നാളുകളെല്ലാം തന്നെ. കേരളത്തിന്റെ മണ്ണിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത അത്രയും വിധത്തിലുള്ള അതിശക്തമായ തന്ത്രങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ മുന്നണി നേതൃത്വങ്ങളിലും പയറ്റി തീർത്തത്. ഭരണ തുടർച്ചയുടെ ഹാട്രിക് എന്ന സ്വപ്നതുല്യമായ ചരിത്ര നേട്ടം ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി ഇത്തവണ ജനവിധി തേടുന്നത്. 2016-ലും 2021-ലും നേടിയ മിന്നും വിജയങ്ങളുടെ ആത്മവിശ്വാസത്തിൽ വികസന തുടർച്ചയും ക്ഷേമ പദ്ധതികളും മുൻനിർത്തിയാണ് അവർ ഓരോ വോട്ടർമാരുടെ മുന്നിലേക്ക് എത്തുന്നത്. ലൈഫ് മിഷൻ, കേരയിൽ, കിഫ്ബി വഴിയുള്ള പശ്ചാത്തല വികസനം എന്നിവ ഓരോ വേദികളിലും ഭരണപക്ഷ നേതാക്കൾ ആവേശത്തോടെ ഉയർത്തിക്കാട്ടുമ്പോഴും സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും കുടുംബവാഴ്ച ആരോപണങ്ങളും പ്രതിരോധിക്കുക എന്നുള്ളത് LDFന് വലിയ വെല്ലുവിളിയായി മാറുന്നുമുണ്ട്. ഇതൊന്നും കൂടാതെയാണ് സ്വർണ്ണക്കൊള്ള വിവാദം അതിശക്തമായി കത്തി നിൽക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ നിരന്തരമായ അന്വേഷണങ്ങളും സ്വർണ്ണക്കടത്ത് വിവാദങ്ങളും വൻതോതിൽ പ്രചരണമായുധമാക്കുന്ന പ്രതിപക്ഷത്തിന് മറുപടി നൽകാൻ താഴെത്തട്ടിലുള്ള ഉരുക്കുമുഷ്ടിയുള്ള പാർട്ടി സംവിധാനത്തിനാണ് ഇടതുമുന്നണി പൂർണ്ണമായും പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഓരോ ബൂത്തിലും കൃത്യമായ കണക്കുകളുമായി പ്രവർത്തിക്കുന്ന കേഡർ സംവിധാനം വോട്ടെടുപ്പ് ദിവസം വലിയ സ്വാധീനം ചെലുത്തുമെന്ന് അവർ ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. വിവാദങ്ങളെല്ലാം വോട്ടായി മാറിയില്ലെന്നും ജനങ്ങൾ വികസനത്തിന് വോട്ട് ചെയ്യുമെന്നുമാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ഇടതു നേതാക്കളുടെ ഉറച്ച ആത്മവിശ്വാസം. കേരളം മാറുകയാണെന്നും ആ മാറ്റം LDFന് അനുകൂലമാണെന്നും അവർ രാഷ്ട്രീയ യോഗങ്ങളിൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അണികൾക്കിടയിൽ അത് വലിയ ആവേശം വിതറുന്നുമുണ്ട്. അതേസമയം നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കാനുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് കോൺഗ്രസ് നയിക്കുന്ന UDF ഉള്ളത്. സംസ്ഥാനത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നുണ്ടെന്ന വ്യക്തമായ വിലയിരുത്തലാണ് പ്രതിപക്ഷം ഇത്തവണ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം, അതുപോലെ തന്നെ അഭ്യസ്ത വിദ്യരായ യുവാക്കളുടെ തൊഴിലില്ലായ്മ, പിൻവാതിൽ നിയമനങ്ങൾ, ലഹരി മാഫിയയുടെ കടന്നുകയറ്റം എന്നിവ ഓരോ മുക്കിലും മൂലയിലും പ്രധാന ആയുധമാക്കിയാണ് UDF പ്രചരണം നയിച്ചത്. മുതിർന്ന നേതാക്കളുടെ കൂട്ടായ പ്രവർത്തനവും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കേരളത്തിലെ സജീവ സാന്നിധ്യവും തങ്ങൾക്ക് അനുകൂല തരംഗമുണ്ടാകുമെന്നാണ് UDF ക്യാമ്പിന്റെ കണക്കുകൂട്ടലുകൾ. ഇവിടെ തുടർച്ചയായി 2 തവണ അധികാരത്തിൽ പുറത്തു നിൽക്കുന്നത് പാർട്ടിയുടെ അടിത്തറയെ ബാധിക്കുമെന്നതിനാൽ ഇത്തവണ എന്ത് വില കൊടുത്തും അധികാരം പിടിക്കാനാണ് അവരുടെ നീക്കങ്ങളെല്ലാം. ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള ഇടപെടലും കൃത്യമായ മണ്ഡലം തിരിച്ചുള്ള മൈക്രോ മാനേജ്മെന്റ് പ്രവർത്തനങ്ങളും UDFന് വലിയ ആത്മവിശ്വാസം നൽകുന്നുമുണ്ട്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും ആ മാറ്റം UDFന് തിരിച്ചു വരാകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഓരോ വീട്ടിലും സർക്കാരിനെതിരെ വികാരം എത്തിക്കാൻ തങ്ങൾക്ക് കഴിയുന്നുവെന്ന് അവർ അവകാശപ്പെടുമ്പോൾ UDF കേന്ദ്രങ്ങൾ വലിയ പ്രതീക്ഷയിലുമാണ്. ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെച്ച് കേരള നിയമസഭയിൽ നിർണായക സാന്നിധ്യം ഉറപ്പിക്കാനാണ് BJP നേതൃത്വം നൽകുന്ന NDA ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളും മോദി ഗ്യാരണ്ടിയെ മുൻനിർത്തിയാണ് BJP വോട്ട് ചോദിക്കുന്നത്. പ്രമുഖ മണ്ഡലങ്ങളിൽ കരുത്തായ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ കരുത്തരായ പ്രമുഖ സ്ഥാനാർത്ഥികളെ തന്നെ അണിനിരത്തിയതിലൂടെ തങ്ങളുടെ വോട്ട് വിഹിതം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് NDA കണക്ക് കൂട്ടുന്നുമുണ്ട്. ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള വൈകാരിക വിഷയങ്ങൾ വീണ്ടും ചർച്ചയായത് തങ്ങൾക്ക് അനുകൂലമായ വോട്ട് ബാങ്കിൽ ഏകീകരണം ഉണ്ടാക്കുമെന്ന് BJP പ്രതീക്ഷിക്കുന്നുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി നടത്തിയ റോഡ് ഷോകളും പൊതുസമ്മേളനങ്ങളും അണികൾക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുമുണ്ട്. പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന 3ാം ശക്തിയായി തങ്ങൾ വളർന്നിരിക്കുന്നു എന്നത് വോട്ടെടുപ്പിന്റെ ഫലത്തിൽ പ്രതിഫലിക്കുമെന്നവർ അവകാശപ്പെടുന്നുമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ ധ്രുവീകരണം തങ്ങൾക്ക് ഇത്തവണ ഗുണകരമാകുമെന്നാണ് BJP നേതൃത്വത്തിന്റെ ഉറച്ച വിശ്വാസം. ഓരോ മണ്ഡലത്തിലും വോട്ട് വീതം വർദ്ധിപ്പിക്കുക എന്നുള്ളത് BJPക്ക് ഇത്തവണ അഭിമാന പ്രശ്നം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ കാലത്തെ ഏറ്റവും കൂടുതൽ ചൂട് പിടിപ്പിച്ചത് മുന്നണികൾ തമ്മിലുള്ള ഡീൽ വിവാദങ്ങളാണ്. വോട്ടുകൾ മറിക്കാനായി LDFും BJPയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ UDFും BJPയും തമ്മിലാണ് വോട്ട് കച്ചവടം നടത്തുന്നത് CPM തിരിച്ചടിക്കുന്നുണ്ട്. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ രാഷ്ട്രീയ ചർച്ചകളെ അത്യന്തം സങ്കീർണമാക്കിയിട്ടുമുണ്ട്. വോട്ടർമാർക്കിടയിൽ ഇത്തരം ചർച്ചകൾ വലിയ സംശയങ്ങൾക്ക് വഴിതെളിയിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കുമെന്നതിൽ ഇത്തരം ഡീൽ ചർച്ചകൾ നിർണായക സ്വാധീനം ചെലുത്തുകയും ചെയ്യും. നിഷ്പക്ഷ വോട്ടർമാരുടെ മനസ്സ് അത് മാറ്റാൻ ഇത്തരം വിവാദങ്ങൾക്ക് സാധിക്കുമോ എന്നത് ഫലപ്രഖ്യാപനത്തിന്റെ വലിയൊരു ഘടകമായി മാറുകയും ചെയ്യും. ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം വന്നാൽ ഈ ഡീൽ വിവാദങ്ങൾ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് വഴിവെക്കാനും സാധ്യതയുണ്ട്. അന്തർധാരകൾ സജീവമാണെന്ന വാർത്തകൾ ഓരോ രാഷ്ട്രീയ പ്രവർത്തകനെയും ജാഗരൂകരാക്കുന്നുമുണ്ട്. കേരളം എങ്ങോട്ട് ചിന്തിക്കുന്നു എന്നത് ഇപ്പോഴും വലിയൊരു സമസ്യയായി തുടരുകയാണ്.
നിഗൂഢമായ ആ നീക്കങ്ങൾ വോട്ടെടുപ്പ് ഫലത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം കൂടിയാണ്. ഭരണവിരുദ്ധ വികാരം ഇത്തവണ വോട്ടെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന ഗൗരവകരമായ കാര്യം കൂടിയാണ്. സർക്കാരിന്റെ ചില നയങ്ങൾക്കെതിരെ ഉയർന്ന ജനരോഷം വോട്ടായി മാറുമോ എന്നുള്ളതാണ് UDFന്റെ പ്രധാന പ്രതീക്ഷ. എന്നാൽ സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും ദുരിതകാലത്തെ കൈത്താങ്ങും ഈ വികാരത്തെ മറികടക്കുമെന്ന് LDFും കരുതുന്നുണ്ട്. സ്ത്രീ വോട്ടർമാരുടെ നിലപാടുകൾ ഇത്തവണത്തെ ഫലത്തിൽ വലിയ വ്യത്യാസം വരുത്താൻ സാധ്യതയുമുണ്ട്. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും വിദേശത്തേക്കുള്ള കുടിയേറ്റവും സർക്കാരിനെതിരായ വികാരമായി മാറാൻ സാധ്യതയുള്ളപ്പോൾ കുടുംബശ്രീ വഴിയുള്ള പ്രവർത്തനങ്ങളും ക്ഷേമ പെൻഷനുകളും LDFന് തുണയാവുകയും ചെയ്യും. വോട്ടർമാരുടെ ഈ വൈവിധ്യമാർന്ന താല്പര്യങ്ങൾ എങ്ങനെ പെട്ടിയിലാകുമെന്നുള്ളതാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി തീരുന്നത്. കേരളത്തിലെ വോട്ടർമാർ എക്കാലവും പ്രബുദ്ധരാണെന്നും അവരുടെ തീരുമാനം കൃത്യമായിരിക്കുമെന്നും രാഷ്ട്രീയ ലോകം വിശ്വസിക്കുന്നുമുണ്ട്. ഇവിടെ പോളിംഗ് ശതമാനം ഉയർന്നത് ആർക്ക് ഗുണകരമാകുന്ന ചർച്ചകൾ സജീവമായി ഉണ്ടാകുന്നുണ്ട്. ഓരോ സെക്കൻഡിലും രാഷ്ട്രീയ നിഗമനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ജില്ലാടിസ്ഥാനത്തുള്ള വിലയിരുത്തൽ പ്രകാരം പല മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷം ജയിച്ച സീറ്റുകൾ നിലനിർത്താനായി മുന്നണികൾ അഹോരാത്രം പണിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. മലബാറിലെ മുസ്ലിം ലീഗ് കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ LDF ശ്രമിക്കുമ്പോൾ തെക്കൻ കേരളത്തിലെ ഇടതുപക്ഷ സ്വാധീന മേഖലയിൽ കടന്നു കയറാൻ UDFും NDAയും ഒരുപോലെ ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യവും പാർട്ടിയിലെ വിമത ഭീഷണികളും പലയിടത്തും പ്രധാന പാർട്ടികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നുമുണ്ട്. അവസാന ഘട്ടത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ അടിയൊഴുക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ മുന്നണികൾ കടുത്ത ജാഗ്രതയിലുമാണ്. ഇവിടെ സോഷ്യൽ മീഡിയ വഴിയുള്ള ക്യാമ്പയിനുകൾ, വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ പ്രചരണങ്ങളും അവസാന നിമിഷം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. വിദേശത്തുള്ള മലയാളികളുടെ വോട്ടുകൾ ഇത്തവണ നേരിട്ടുമല്ലാതെയും ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുമുണ്ട്. വോട്ടർമാരുടെ ഓരോ ചലനവും രാഷ്ട്രീയ പാർട്ടികൾ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരിക കൂടിയാണ്. കേരള രാഷ്ട്രീയത്തിലെ അപ്രതീക്ഷ ടെസ്റ്റുകൾ ഏത് നിമിഷവും സംഭവിക്കാനും സാധ്യതയുമുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ശബരിമല വിഷയം വീണ്ടും സജീവമായത് മുന്നണികളെ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. കോടതിയിലെ പുതിയ നീക്കങ്ങളും വിശ്വാസം സംരക്ഷിക്കുന്ന മുന്നണികളുടെ പ്രഖ്യാപനങ്ങളും ഓരോ വോട്ടറെയും വൈകാരികമായി സ്വാധീനിക്കാൻ സാധ്യതയുമുണ്ട്. ഇത് വോട്ടാക്കി മാറ്റാൻ UDFും BJPയും കഠിന ശ്രമം നടത്തുമ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ പരസ്യമായ തർക്കങ്ങൾ ഒഴിവാക്കി സംയമനത്തോടെയുള്ള പ്രതികരണത്തിനാണ് LDF മുൻഗണന നൽകുന്നത്. വിശ്വാസികളുടെ വോട്ടുകൾ എങ്ങോട്ടും അറിയുമെന്ന് ഇത്തവണയും കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ അജ്ഞാതമായ ഘടകം കൂടിയാണ്. ആചാര സംരക്ഷകരും അതുപോലെ ഭരണഘടനാ മൂല്യങ്ങൾ തമ്മിലുള്ള ചർച്ചകളും സാധാരണ വോട്ടർമാരെ ഏത് രീതിയിലാണ് ബാധിച്ചിരിക്കുന്നതെന്ന് വോട്ടെടുപ്പ് ദിവസം വ്യക്തമാവുകയും ചെയ്യും. വിശ്വാസ സംരക്ഷണവും ആചാര സംരക്ഷണവും ബാലറ്റ് പെട്ടിയിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഓരോ വോട്ടും നിർണായകമാണെന്ന ബോധ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകുന്നുണ്ട്. വൈകാരികമായി ഈ വിഷയം വോട്ടിങ്ങിനെ എങ്ങനെ ബാധിക്കുമെന്നത് ഫലപ്രഖ്യാപനത്തിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയും ട്രഷറി നിയന്ത്രണങ്ങളും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളൊന്നുകൂടിയാണ്. പെൻഷൻ വിതരണത്തിലെ തടസ്സങ്ങളും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുടെ കുറവും വലിയൊരു വിഭാഗം ജനങ്ങളെ സർക്കാരിനെതിരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷം വാദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധമാണ് ഇതിന് കാരണമെന്ന് LDF രാഷ്ട്രീയമായി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് വാദങ്ങളിൽ എന്തിനാണ് വോട്ടർമാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നത് നിർണായകമായ കാര്യം കൂടിയാണ്. ഗ്രാമീണ മേഖലയിലെ വോട്ടർമാർ ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകിയേക്കാം എന്നുള്ളതും എന്നാൽ നഗരപ്രദേശങ്ങളിലെ അഴിമതിയും സാമ്പത്തിക കെടുകാര്യസ്ഥയും പ്രധാന ചർച്ചാ വിഷയങ്ങളാകുന്നു എന്നുള്ളതും ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങൾ വോട്ടെടുപ്പിൽ നിർണായകമാകുകയും ചെയ്യും. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ആരാണ് പരിഹരിക്കുക എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരിക്കും ഇത്തവണത്തെ ജനവിധിയും. പട്ടിണിയും പരിവട്ടവും പറയുമ്പോൾ അത് വോട്ടായി മാറുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നാളെ വൈകുന്നേരം പരസ്യ പ്രചാരണം അവസാനിക്കുന്നതോടെ കേരളം നിശബ്ദ പ്രചരണത്തിന്റെ നിർണായക മണിക്കൂറിലേക്ക് മാറുകയും ചെയ്യും. ഈ സമയത്തെ വീട് വീടാന്തരമുള്ള കയറിയിറങ്ങലും വ്യക്തിപരമായ ബന്ധങ്ങൾ വഴിയുള്ള വോട്ട് തേടലുമാണ് പലപ്പോഴും സ്ഥാനാർത്ഥികളെ വിജയതീരത്തെത്തിക്കാൻ സഹായിക്കുന്നത്. വ്യാഴാഴ്ചയാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. പത്രികാ സമർപ്പണം മുതൽ കൊട്ടിക്കലാശം വരെയുള്ള നാളുകളിൽ കേരളം കണ്ട രാഷ്ട്രീയ നാടകങ്ങളുടെയും തന്ത്രങ്ങളുടെയും പരിസമാപ്തിയാണ് ഇനി കാണാൻ പോകുന്നത്. ഭരണ തുടർച്ചയുടെ ചരിത്രം തിരുത്തിക്കൊണ്ട് LDF വീണ്ടും അധികാരത്തിലെത്തുമോ അതോ കേരളത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് UDF തിരിച്ചു വരുമോ എന്നറിയാൻ മെയ് മാസത്തിലെ ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കുകയും വേണം. ഓരോ വോട്ടും കേരളത്തിൻ്റെ വരുംകാല രാഷ്ട്രീയ ദിശ നിശ്ചയിക്കുന്ന കല്ലടയാളമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയ കേരളത്തിന് നെഞ്ചെടുപ്പ് കൂട്ടുന്ന മണിക്കൂറുകളാണ് ഇനി വരാൻ പോകുന്നത്. ചരിത്രം ആര് തിരുത്തി എഴുതുമെന്ന ചോദ്യത്തിന് വോട്ടർമാർ മറുപടി നൽകുകയും ചെയ്യും. ബൂത്തുകളിലേക്ക് ജനപ്രവാഹം ഉണ്ടാകുമോ എന്നതിലാണ് ഇനിയിപ്പോൾ എല്ലാ കണ്ണുകളും ഉണ്ടാകുക. അവസാന മണിക്കൂറുകളിൽ പ്രമുഖ നേതാക്കൾ ഓരോരുത്തരും തങ്ങളുടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വോട്ട് ഉറപ്പിക്കാനുള്ള പരമാവധി ശ്രമത്തിൽ കൂടിയാണ്. ഭരണമാറ്റത്തിനുള്ള വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ അത് LDFന് ഗുണകരമാകുമെന്ന് UDF ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതേസമയം വോട്ട് വിധത്തിൽ ഉണ്ടാകുന്ന നേരിയ മാറ്റം പോലും അപ്രതീക്ഷിത ഫലം ഉണ്ടാക്കാൻ സാധ്യതയുമുണ്ട്. നിശബ്ദ പ്രചരണ വേളകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അടിയൊഴുക്കുകളെ തടയാൻ ഓരോ പാർട്ടിയും സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുമുണ്ട്. സ്ഥാനാർത്ഥികൾ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് വോട്ടർമാരെ സമീപിക്കുമ്പോൾ
പാർട്ടികൾ തങ്ങളുടെ വോട്ട് ബാങ്കുകൾ ചോരില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. ഓരോ വോട്ടും പെട്ടിയിലാക്കാൻ കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ പരിശോധിച്ചാണ് ഓരോ പാർട്ടിയും തങ്ങളുടെ വിജയം ഉറപ്പിക്കുകയും ചെയ്യുന്നത്. ഉറക്കമില്ലാത്ത രാത്രികളാണ് രാഷ്ട്രീയ കേരളത്തെ ഇനി കാത്തിരിക്കുന്നത്. വോട്ടെടുപ്പ് പൂർത്തിയായ പിന്നെ ഓരോ മലയാളിയുടെ കണ്ണും കാതും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് മാത്രമായിരിക്കും. കേരളത്തിന്റെ അടുത്ത 5 വർഷം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന ഈ നിർണായക പോരാട്ടത്തിൽ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്നതിനെ കാണേണ്ടി വരും. ജനാധിപത്യത്തിന്റെ ഉത്സവമായ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സമ്മതിദാന അവകാശം വിവേകപൂർവ്വം വിനിയോഗിക്കാൻ കേരളത്തിലെ വോട്ടർമാർ തയ്യാറെടുക്കുമ്പോൾ വരാനിരിക്കുന്നത് രാഷ്ട്രീയമായ വലിയ മാറ്റങ്ങളുടെ നാളുകൾ കൂടിയായിരിക്കും. വികസനങ്ങളും വിവാദങ്ങളും വിശ്വാസങ്ങളും ഒരേപോലെ ചർച്ചയായ ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ വരകൾ തീർക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. മെയ് മാസത്തിലെ ആ സുപ്രധാന ദിനത്തിലേക്ക് ഇനി ദൂരം കുറവ് കൂടിയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഇനി വിശ്രമമില്ലാത്ത നാളുകൾ കൂടിയാണ് വരാനിരിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മറ്റൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുക കൂടിയാണ്. പ്രചരണ രംഗത്തെ ആവേശം വോട്ടെടുപ്പ് ബൂത്തുകളിൽ പ്രതിഫലിച്ചാൽ അത് വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. പോളിംഗ് ശതമാനം ഉയരുന്നത് ആരെ തുണയ്ക്കുമെന്നത് ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്ന സങ്കീർണമായ ചോദ്യം കൂടിയാണ്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും വോട്ട് ചെയ്യാൻ ഇറങ്ങണമെന്ന ആഹ്വാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും സജീവമായി ഉണ്ടാകുന്നുണ്ട്. കള്ളവോട്ട് തടയാനുള്ള ശക്തമായ സജ്ജീകരണങ്ങളും ബൂത്തുകളിൽ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കേരളത്തിലെ ജനാധിപത്യ ബോധം ഒരിക്കൽ കൂടി പരീക്ഷിക്കപ്പെടുകയാണ്. സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവവും പാർട്ടികളുടെ നയങ്ങളും ഒരുപോലെ സ്വാധീനിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയം ആര് വരിക്കുമെന്നത് മെയ് മാസത്തിലെ ആ ധന്യ നിമിഷത്തിൽ നമുക്കറിയാൻ കഴിയുകയും ചെയ്യും. കേരളം കാത്തിരിക്കുകയാണ് ആ നിർണായക വിധിയെഴുത്തിനായി. ആരുടേതാണ് ഈ മണ്ണ്, ആരുടേതാണ് ഈ ഭരണം? കേരളം പറയുന്ന ആ മറുപടിക്കായി നമുക്കിനി കാത്തിരിക്കേണ്ടി വരും.